ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയായിട്ട് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ലീനിയർ ചാർജിന്റെ പിന്നെ ഒരു സെമി സർക്കുലർ റിംഗിന്റെ ഒരു ക്വാഡ്രന്റിന്റെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഫൈനൈറ്റ് ലീനിയർ ചാർജ്. അതിങ്ങനെ വെർട്ടിക്കലി ഇങ്ങനെ വെച്ചേക്കുക. ഇവന്റെ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള അല്ലെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്തുകൊണ്ട് എടുക്കാം, അങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. ഞാൻ ഡെറിവേഷൻ മുഴുവൻ എഴുതാം, മറ്റേ ഓരോന്ന് പറഞ്ഞുതരാം. നോക്കിയോ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലീനിയർ ഫൈനൈറ്റ് ചാർജ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലീനിയർ ഫൈനൈറ്റ് ചാർജ്. ഒരു റോഡ് ലെങ്ത് L, ടോട്ടൽ ലെങ്ത് L ആണ്. നമുക്ക് ഫൈനൈറ്റ് ആണ് എന്ന് വെച്ചാൽ ഇത് ഇൻഫിനിറ്റ് ലെങ്ത് ഇല്ല എന്നർത്ഥം. ഒരു നിശ്ചിതമായ ലെങ്ത് ഉണ്ട്, L ലെങ്ത് ഉണ്ട്. ഫുള്ള് ചാർജ് ഉണ്ട്, ചാർജ് ക്യാപിറ്റൽ Q ആണ്, ലെങ്ത് L ആണ്. അപ്പൊ ലാംഡ എന്നാ വരും? ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ലെങ്ത് അല്ലെ, ലീനിയർ ചാർജ് ഡെൻസിറ്റി, ടോട്ടൽ ചാർജ് അപ്പോൺ ലെങ്ത്. അപ്പൊ എന്ത് കിട്ടും? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടും, ഈ ലാംഡ എന്നുള്ള വാല്യൂ. അപ്പൊ നോക്കിയേ, ടോട്ടൽ ചാർജ് 10 കൂളം എന്ന് വിചാരിച്ചു, ലെങ്ത് 5 മീറ്റർ എന്ന് വിചാരിച്ചു. ചെയ്ത് നോക്കിയേ, 10 കൂളം ഡിവൈഡ് ബൈ 5 എന്ത് കിട്ടും? 2 കൂളം പെർ മീറ്റർ. യൂണിറ്റ് ശ്രദ്ധിച്ചോ, 2 കൂളം പെർ മീറ്റർ. 1 മീറ്ററിൽ 2 കൂളം വെച്ചുണ്ടെന്നതിന്റെ അർത്ഥം. അതാണ് ഈ ലാംഡ. ശരി, അത് നമുക്കറിയാം. ഞാനൊരു ചെറിയ എലമെന്റ് എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അവന്റെ എനിക്ക് നോക്കണേ, ഞാനിന്റെ കറക്റ്റ് മിഡ് പോയിന്റിലൊന്നും അല്ല എടുക്കുന്നത്, ഒരു സൈഡിൽ കേട്ടോ, ഏതെങ്കിലും ഒരു പോയിന്റ്. ഞാൻ ഈ ഒരു പോയിന്റിൽ ഉള്ള ഇവന്റെ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കാണണ്ടേ, എ ഡിസ്റ്റൻസ് അകലെ. അപ്പൊ ഞാനൊരു ചെറിയൊരു എലമെന്റ് എടുത്തു, ഡി എൽ എന്നുള്ള എലമെന്റ്. ഇവൻ വഴി ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് മൊത്തം നോക്കാം. അതിനുശേഷം ഈ ഡി എൽ ഞാൻ ഇങ്ങനെ ആക്കിയാൽ പോലെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഞാൻ ആരെ വേരി ചെയ്യിച്ചാൽ മതി? ഈ ആംഗിളിന് ഈ എലമെന്റിനെ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഈ എലമെന്റിന് ഡി ഫൈ. ചെറിയ എലമെന്റ് എടുത്തേക്കുന്നത് ഇത്, അത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഡി ഫൈ. ഇനി ഈ എലമെന്റ് ഈ എലമെന്റ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. നോക്കി, ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഇതിന്റെ ഇങ്ങേ അറ്റം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ θ1, ഇതിന്റെ താഴത്തെ അറ്റം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ θ2. അപ്പൊ ഈ ഫൈ എവിടെ നിന്ന് എവിടെ വരെ വേരി ചെയ്യും? ഈ ഫൈ എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ മുഴുവൻ കറങ്ങി ഇവിടെ വരെ θ1 പ്ലസ് θ2 വരെ വേരി ചെയ്യും. നമ്മൾ എന്തിനാ ഇങ്ങനെ മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇന്റഗ്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിൾ ഫൈ. ഈ ചെറിയ എലമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് DE. ഇത് നോക്കിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അല്ലേ, അപ്പൊ എനിക്ക് വെക്ടർ റെസൊല്യൂഷൻ ചെയ്യാം അല്ലെ. കമ്പോണൻസ് ഓഫ് വെക്ടർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നോക്കി, ഇത് ഫൈ ആണ്, ആംഗിൾ ആണ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജസന്റ് സൈഡ് DE cos ഫൈ വന്നു. ഇത് ഫൈ ആണ്, ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ദി ഓപ്പോസിറ്റ് സൈഡ് ഈ സാധനം ഇതെന്നാ വരും? DE sin ഫൈ വരും. അപ്പൊ ഞാൻ ഈ സാധനത്തെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യും കേട്ടോ. ഇങ്ങനെ എവിടെ വരച്ചതേ ഉള്ളൂ, ഇത്രയും എത്രയാണോ മതി കാര്യമല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ DE ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വെക്ടർ റെസൊല്യൂഷൻ ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഞാൻ ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് സൈൻ ഫൈയുടെയും കോസ് ഫൈയുടെയും ഈ കമ്പോണന്റിന്റെയും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും, ഈ കമ്പോണന്റിന്റെയും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതിനുശേഷം നമുക്ക് കുറെ കളികൾ ചെയ്യാം. എങ്ങനെ? ഇത് ഇൻഫിനിറ്റ് ലെങ്ത് ആയിരുന്നെങ്കിൽ എത്ര വരും, ഈ പോയിന്റ് കറക്റ്റ് നടുക്കായിരുന്നെങ്കിൽ എത്ര വരും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേട്ടോ. നമ്മളിവിടെ ഒരു ചെറിയ എലമെന്റ് എടുത്തു, DL. ഈ DL L ഡിസ്റ്റൻസ് അകലെയാണ്. ഈ സെന്ററിൽ നിന്ന് ഇവിടെ പേര് കൊടുത്തു O. ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഡിസ്റ്റൻസ് അകലെയാ? L ഡിസ്റ്റൻസ് അകലെ. അപ്പൊ ഈ ചെറിയ ചാർജ് വഴി ഇവിടുത്തെ ചാർജ് DQ, ഈ DL ലെങ്തിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ചാർജ് ആണ് DQ. അതായത് ഇവിടെ നോക്കി, ലാംഡ ഈക്വൽ ടു Q ബൈ L അല്ലേ. ഇവിടെ ഞാൻ വളരെ ചെറിയ ചാർജ് അപ്പോൾ ചെറിയ ലെങ്ത് DQ ബൈ DL, അതും ലാംഡ തന്നെ.
അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ചാർജ് ടി ക്യൂ ഉണ്ട്, ഇവൻ വഴി ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. എന്നതാ നമുക്കറിയാം, കൂളംസ് ലോ പ്രകാരം 1/4πε0 ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 ചാർജ് അപ്പോൺ ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ ഡി ക്യൂ ആണ്, ആർ ഡിസ്റ്റൻസ് അകലെയാണ്. ഡി ക്യൂ ചാർജ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡി വളരെ ചെറുത്. അപ്പൊ അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. നേരെ ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ, അപ്പൊ ഇത് പുറത്തേക്ക്. ഓക്കെ, ഞാൻ ഇവനെ കമ്പോണന്റ് ആക്കി ഇവിടെ എഴുതി വെച്ചു. ഇത് നോക്കൂ, ഡി ഇ ഇസ് ഈക്വൽ ടു കെ ഡി ക്യൂ ബൈ ആർ സ്ക്വയർ. കെ ഡി ക്യൂവിന് പകരം ഡി എൽ ഇൻറ്റു ലാംഡ, ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇത് ഞാൻ പേര് കൊടുത്തു ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ ട്രയാങ്കിൾ നോക്കി, ഈ ട്രയാങ്കിളിൽ കോസ് ഫൈ എന്നാ വരും? അഡ്ജസന്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എ ഡിവൈഡ് ബൈ ആർ. ശരിയല്ലേ? അങ്ങോട്ട് നോക്കി എനിക്ക് എന്ത് കിട്ടും? ആർ ഈക്വൽ ടു എ ബൈ കോസ് ഫൈ. എന്തുകൊണ്ട് ഞാൻ ഇത് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാല്, ഈ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കണക്കുകളിലൊക്കെ 6 വേരിയബിൾ അല്ലായിരുന്നു. ഇവിടെ 6 മാറുന്നുണ്ട്, ഈ എലമെന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പൊ 6 വേരിയബിൾ ആണ്. അപ്പൊ ഇവനെ ഞാൻ ഒഴിവാക്കിയിട്ട് ഈ ഫൈയുടെ ടൈമിലോ അല്ലെങ്കിൽ ഫൈനെ ഒഴിവാക്കിയിട്ട് ആറിന്റെ ടൈമിലൊക്കെ ആക്കണം. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആറിനെ ഒഴിവാക്കിയിട്ട് ഞാൻ ഫൈന്റെ ടൈമിലാക്കി. അപ്പൊ എ ബൈ കോസ് ഫൈ ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പുട്ട് ഇക്വേഷൻ നമ്പർ 2 in 1. ഡി ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ നമ്മൾ ആറിന് പകരം എ ബൈ കോസ് ഫൈ കൊടുത്തു. അതിന്റെ സ്ക്വയർ വന്നില്ലേ? ഇനി ടാൻ ഫൈ ഈക്വൽ ടു എൽ ബൈ എ എവിടെ നിന്ന് കിട്ടി? ഇവിടെ സെയിം ട്രയാങ്കിളിൽ നിന്ന് ടാൻ ഫൈ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റന്റ് അല്ലേ? അപ്പൊ എൽ ഡിവൈഡ് ബൈ എ. ഇവിടെ നിന്ന് എനിക്ക് എൽ കിട്ടും എ ടാൻ ഫൈ, എൽ ഈക്വൽ ടു എ ടാൻ ഫൈ. എന്തിനാ ചെയ്തെന്ന് നോക്കൂ, ഡി എൽ ബൈ ഡി ഫൈ ഈക്വൽ ടു നോക്കി. ഇനി ഇതിനെ ഡിഫറൻഷിയേഷൻ നടത്തുക. ആരെ? ഫൈനെ വെച്ചിട്ട്. ഫൈ അല്ലേ വേരിയബിൾ. അപ്പൊ ഡി എൽ ബൈ ഡി ഫൈ ഈക്വൽ ടു എ ടാൻ ഫൈന്റെ ഡെറിവേറ്റീവ് ഏതാ? സീക്ക് സ്ക്വയർ ഫൈ. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡി എൽ ഈക്വൽ ടു ഈ ഡി ഫൈനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, എ സീക്ക് സ്ക്വയർ ഫൈ ഡി ഫൈ. എന്താ ചെയ്തെന്നറിയോ? ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ഈ ഇക്വേഷനിൽ ഡി എൽ കിടപ്പുണ്ട്, കോസ് സ്ക്വയർ ഫൈ കിടപ്പുണ്ട്. ഫൈ വേരിയബിൾ അല്ലേ? ഈ ഡി എല്ലോ, ഈ ഡി എല്ലും വേരിയബിളാ. ഡി എൽ വേരിയബിൾ അല്ല, ഇവിടെ ഫൈ ഉണ്ട്. ഇവിടെ വേരിയബിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇന്റഗ്രേഷൻ ചെയ്യാൻ നേരത്ത് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. വേരിയബിൾ എക്സ് ആണ്, അപ്പൊ അതിന്റെ ഈ ഡി എക്സ് ആണ് കിടക്കുന്നത്. ഇവിടെ നോക്കി, വേരിയബിൾ ഫൈ ആണ്, ഇവിടെ ഡി എൽ ആണ് കിടക്കുന്നത്. നമ്മൾ ആരെ കൊണ്ടുവരണം? ഡി ഫൈനെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഡി ഫൈ അടങ്ങിയ ഒരു ഇക്വേഷൻ ഡി എല്ലിന് പകരം. ഇത് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ ഡി ഇ ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 4 in 3. ഇക്വേഷൻ നമ്പർ 4 in 3. ഡി ഇ ഈസ് ഈക്വൽ ടു കെ ലാംഡ ഡി എല്ലിന് പകരം എ സീക്ക് സ്ക്വയർ ഫൈ ഡി ഫൈ. ബാക്കി ആരുണ്ട്? കോസ് സ്ക്വയർ ഫൈ ഉണ്ട്. കോസ് സ്ക്വയർ ഫൈ ഡിവൈഡ് ബൈ എ സ്ക്വയർ. ഇവര് എയും വെട്ടിപ്പോയി. സീക്ക് സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ. സീക്ക് സ്ക്വയർ ഫൈ എന്ന് പറഞ്ഞാ, സീക്ക് സ്ക്വയർ ഫൈ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് സ്ക്വയർ ഫൈ. ഇവിടെ ആരാണല്ലേ? 1 ബൈ കോസ് സ്ക്വയർ ഫൈ. കോസ് സ്ക്വയർ ഫൈ വെട്ടിപ്പോയില്ലേ? അത് രണ്ടും വേണം. ബാക്കി ആരേ ഉള്ളൂ? കെ ലാംഡ ഡി ഫൈ ഡിവൈഡ് ബൈ എ. ഇത്രയേ ഉള്ളൂ. ഡി ഇ കണ്ടേ? എത്ര വലുതായിരുന്നു? ചുരുങ്ങി ഇത്രയായിരുന്നു. ഈ ചെറിയ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കണ്ടുപിടിച്ചു. ഇത് എങ്ങോട്ടേക്കാ? 5 ഡിഗ്രിയിൽ ഇങ്ങോട്ടേക്കാ. ഞാൻ ഇതിനെ 2 കമ്പൗണ്ട് ആക്കി മാറ്റിയിട്ട് ഓരോന്നും വെവ്വേറെ കാണുക. ടോട്ടൽ എത്ര വരുന്നത് അത് രണ്ടും കൂട്ടിയാൽ പോലെ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ നമ്മുടെ ഈ ചെറിയ ചാർജ് കൊണ്ട് ഇങ്ങോട്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ കോസ് ഫൈ കമ്പൗണ്ട് ഞാൻ മൊത്തം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനോട് ഞാൻ ചെയ്യുന്നത് വെച്ചാല് നോക്കിയേ, ചെറിയ ചാർജ് ഏതാ? ചെറിയ ചാർജ് വഴി ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? കെ ലാംഡ ബൈ എ ഡി ഫൈ. അതിന്റെ കോസ് ഫൈ കമ്പോണന്റ് ആണ് ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ അതാണ് കോസ് ഫൈ കമ്പോണന്റ്. അതിനെ ഞാൻ മൊത്തം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ആരാ വേരിയബിൾ? ഫൈ ആണ്. ഫൈ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ഈ ഫൈ ആദ്യം നേരെ നിൽക്കുമ്പോൾ ഇവിടെ
അതിനുശേഷം നമ്മൾ താഴേക്ക് വന്നാൽ θ2 ഡിഗ്രിയിൽ താഴേക്ക് വരും. അതിനുശേഷം ഇവിടെ മുകളിലേക്ക് പോവാണെങ്കിൽ θ1 ഡിഗ്രിയിൽ മുകളിലേക്ക് പോകും. അപ്പോൾ ഞാൻ എടുക്കുകയാണ് താഴേക്കുള്ളത് മൈനസും മുകളിലേക്കുള്ളത് പ്ലസും. ഇതാണ് ഇവന്റെ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ കേട്ടോ. ഈ തീറ്റ താഴേക്കും പോവാം അതേപോലെ മുകളിലേക്കും പോവാം. അപ്പൊ അതുകൊണ്ട് ഞാൻ -θ2 ടു θ1 ഈ വാല്യൂ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. k λ/a കോൺസ്റ്റന്റ് അല്ലേ, ഞാൻ പുറത്തേക്ക് എടുക്കും. ബാക്കി ആരുണ്ട്? cos φ ഉണ്ട്. cos φന്റെ ഇന്റഗ്രൽ ആരാ? sin φ അല്ലെ. sin φനെ ഡിഫറൻഷിയേഷൻ നടത്തിയാൽ cos φ കിട്ടും. അപ്പൊ sin φ ആണെന്ത്? ഇവന്റെ ഇന്റഗ്രേഷൻ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു sin θ1 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു sin മൈനസ് θ2. നമുക്കറിയാം sin മൈനസ് θ ഈസ് മൈനസ് sin θ. sin മൈനസ് x ഈസ് ഈ മൈനസ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ഉള്ളൂ കേട്ടോ. അപ്പൊ sin 120 sin മൈനസ് 120 നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മനസ്സിലാവും എന്നതാണ്. അപ്പൊ sin 120 എത്രയാണ് കിട്ടുന്നത്? നേരെ മൈനസ് ആയിരിക്കും ഇത് കിട്ടുന്നത് കേട്ടോ. നോക്കൂ sin 60 എത്രയാ? √3/2. sin മൈനസ് 60 എത്രയാ? മൈനസ് √3/2. അതാണ് മീനിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എന്തറിയാം? sin മൈനസ് θ2 ഈക്വൽ ടു മൈനസ് sin θ2. അപ്പൊ മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു along perpendicular direction is k λ/a into sin θ1 plus sin θ2. ഇനി ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ പാരലൽ ആയിട്ടുള്ള ഈ ലെങ്തിന് പാരലൽ ആയിട്ടുള്ള ഈ കമ്പോണന്റ് ഇതാരാ? DE-ന്റെ sin φ കമ്പോണന്റ് ആണ്. ഇനി അവരെ ഞാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടം തൊട്ട് എവിടം വരെ? ഈ താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് വരെ. അപ്പൊ ഈ പാരലൽ ഈക്വൽ ടു -θ2 ടു θ1. ഓക്കെ, k λ/a sin φ dφ. ഇവിടെ cos φ dφ. ഇത്ര വ്യത്യാസമുള്ളൂ. പുറത്തേക്ക് എടുത്തു കോൺസ്റ്റന്റിനെ. sin φനെ ഇന്റഗ്രൽ ചെയ്താൽ ആരെ കിട്ടും? മൈനസ് cos φ കിട്ടും. കാരണം ഇവനെ ഡിഫറൻഷിയേഷൻ നടത്തിയാൽ മതി ഇവനെ കിട്ടാനായിട്ട്. -θ2 ടു θ1. ഓക്കെ, ഈ മൈനസ് ഞാൻ പുറത്തെടുത്തു. മൈനസ് k λ/a. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു cos θ1 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു cos മൈനസ് θ2. നമുക്കറിയാം sin മൈനസ് θ2 എന്നതാ മൈനസ് sin θ2. പക്ഷെ cos മൈനസ് θ എന്ന് പറഞ്ഞാല് cos θ തന്നെയാണ്. cos 16 cos മൈനസ് 16 ഒക്കെ ഒരേ വാല്യൂ. അതുകൊണ്ട് നമുക്ക് ഇവനെ വേണം. അപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ അങ്ങനെ തന്നെ എഴുതി cos θ1 മൈനസ് എന്ത് വരും? cos θ1 മൈനസ് cos θ2 കേട്ടോ. ഇതിന് മാറ്റം വരില്ല. ഇവിടെ മാറ്റം വന്നായിരുന്നു കാരണം ഇവിടെ മൈനസ് പുറത്തേക്ക് വരും. നോക്കിയേ, ഞാൻ അങ്ങനെ എഴുതി. പക്ഷെ പുറത്തൊരു മൈനസ് ചേർപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവൻ പ്ലസ് ആയി ഇവൻ മൈനസ് ആയി. അപ്പൊ cos θ2 മൈനസ് cos θ1 ആവും. ഇതാണിത് പാരലൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് കുറെ ആവശ്യമുണ്ട്. ഇപ്പൊ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡും പാരലൽ ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡും. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാല്, ഇത് ലീനിയർ ഫൈനൈറ്റ് ചാർജ് അല്ലേ? ഇത് ലീനിയർ ഇൻഫൈനൈറ്റ് ആയിരുന്നെങ്കിലോ, അതായത് വലിയ നീളമാണെങ്കിലോ, നിങ്ങൾ ആലോചിക്കേ, ഈ നീളം ഞാൻ കൂട്ടി 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 ഇൻഫിനിറ്റി വരെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയാല് എന്തായിരിക്കും? ഈ ആംഗിൾ എത്രയാവും? ഈ ആംഗിൾ ഇങ്ങനെ കൂട്ടി 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 ഇത് എങ്ങനെ നമ്മളിങ്ങനെ നീളം കൂടുക എന്നതിന് അർത്ഥം ഇവൻ ഇങ്ങനെ കൂടി കൂടി ആംഗിൾ ഇങ്ങനെ കൂടി കൂടി പോകുന്ന ഇൻഫിനിറ്റി വരെയാണ് ലെങ്ത് എങ്കിൽ ഇവൻ എത്ര വരെ വരും? ഈ θ1 90 ഡിഗ്രി വരെ വരാം. θ1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90 ഡിഗ്രി ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ. അതേപോലെ ഈ ആംഗിൾ നോക്കി, ഇവന്റെ നീളം കൂടി 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 ഇൻഫിനിറ്റി വരെ വരാന്ന് പറഞ്ഞാല് ഈ θ2 എത്ര വരും? θ2 ഈസ് ഓൾസോ 90 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി. ഇൻഫിനിറ്റി ലെങ്ത് അല്ല, അപ്പൊ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ എന്നാ വരും മക്കളെ? സോറി, ഈ പെർപെൻഡിക്കുലർ അത് ഇത് കാണാം. നോക്കി, k λ/a. ഓക്കെ, k λ/a sin 90 എത്രയാ? 1 പ്ലസ് sin 90 അതും 1. അപ്പൊ എത്ര കിട്ടി? 2k λ/a. ഇനി ഈ പാരലലോ?
k lambda by a parallel cos theta 2 cos 90 എത്രയാ 0 minus cos അതും 90 അതും 0 ഇതെന്ത് വരും 0. അതായത് ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ ഈ പാരലൽ ഈ കമ്പോണന്റ് 0 ആയിരിക്കണം. ശരിയല്ലേ? ആലോചിക്ക്. ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ ഇതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ഈ വാല്യൂ എടുക്കാം. ഈ ഇവിടുത്തെ ഒരു കമ്പോണന്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ അതിന്റെ തീറ്റ 5 ഡിഗ്രി കേട്ടോ. ഇതിന് എക്സാക്ട് ഇതേപോലെ ഇവിടെ ഒരു കമ്പോണന്റ് എടുക്കുക. 5 ഡിഗ്രിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ ഡി ഇ സൈൻ 5 കമ്പോണന്റ് ഇവിടെ താഴെ ഉള്ള പോലെ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഡി ഇ സൈൻ 5 നേരെ മുകളിലേക്ക് ഉണ്ടാവും. ഇവര് പരസ്പരം എന്താവും? ക്യാൻസൽ ആയി പോകും. അപ്പോ ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ ഈ കമ്പോണന്റ് ഉണ്ടാവില്ല. പകരം എന്നായിരിക്കും? ഫുള്ള് ഇങ്ങനെ 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 ഇങ്ങോട്ടേക്ക് മാത്രമാവും ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ പാരലല് 0 ആണ് ഇൻഫിനിറ്റ് ലെങ്ത്, ഫുള്ള് കംപ്ലീറ്റ്ലി 0. ഇവിടെയോ 2k lambda by a എന്നുള്ള വാല്യൂ. ഇനി ഒരു ചാർജ്ഡ് റിംഗ് ആണ്. ഈ റിംഗിന്റെ ആക്സിസിലെ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണണ്ടേ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ ചാർജ്ഡ് റിംഗ്. ചാർജ്ഡ് റിംഗ് രസകരമാണ്. നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭാഗമാണിത്. നോക്കി, ഒരു റിംഗ് ഉണ്ട്. അതിന്റെ റേഡിയസ് നമുക്ക് വേണമെങ്കിൽ ഇത് ഞാൻ R എന്ന് മാർക്ക് ചെയ്തു, ഇത് X എന്ന് മാർക്ക് ചെയ്തു. പിന്നെ റിംഗിന്റെ റേഡിയസ് ക്യാപിറ്റൽ R. നമുക്ക് ടെസ്റ്റിൽ തന്നെ എടുക്കാം. നോക്കൂ, ഈ റിംഗിന്റെ ഒരു എലമെന്റ് ആണ് ഇതിന്റെ എലമെന്റ് DQ. എന്തിന്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ DQ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് DE. ഞാൻ ഇതിനെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇവിടെ നിന്ന് ഞാൻ അതേ വരുന്നത് DQ എടുക്കും. ഇവൻ എന്താ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് DE. ഇത് തീറ്റ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? തീറ്റ. ഇത് തീറ്റ ആണെങ്കിലോ ഇത് എത്രയായിരിക്കും? തീറ്റ. ഞാൻ അതിനെ കമ്പൗണ്ട് ആക്കാൻ വേണ്ടി പോവാം. തീറ്റയ്ക്ക് അടുത്തെടുക്കുന്ന ഈ ഭാഗം DE cos തീറ്റ. ഇവന്റെയോ DE cos തീറ്റ. താഴേക്കോ DE sin തീറ്റ. ഇങ്ങോട്ടേക്കോ DE sin തീറ്റ. ഇതൊക്കെ ഞാൻ ഒരേ വലുപ്പമുള്ള ചാർജുകളാണ് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DE സെയിം ആകില്ലേ? DE എന്ന DE is equal to ഈ ചെറിയ ചാർജ് വഴി ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് as per കൂളംസ് ലോന്റെ ഫോഴ്സ് ലോ ആയിട്ട് ഉപയോഗിച്ചാൽ DQ divided by R². രണ്ടും ഒന്ന് തന്നെ, തീറ്റ ഒന്ന് തന്നെ. അപ്പൊ ഈ രണ്ട് കമ്പോണന്റ് പരസ്പരം ക്യാൻസൽ ആയിട്ട് DE സെയിം ആണ് രണ്ടുപേർക്കും. സൈൻ തീറ്റ സെയിം ആണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ആരേ ഉള്ളൂ? നമുക്ക് ഈ കോസ് തീറ്റയുടെ ഈ ഒരു കമ്പോണന്റ് മാത്രമേ നമുക്ക് ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി എളുപ്പമാകും. നീ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാൽ മതി. ആ കോസ് തീറ്റ കമ്പോണന്റിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. നോക്കൂ, അപ്പൊ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി ഇന്റഗ്രൽ k dq divided by R² കോസ് തീറ്റ കമ്പോണന്റിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. k dq k കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. R² കോൺസ്റ്റന്റ് ആണോ? R² കോൺസ്റ്റന്റ് ആണ്. കാരണം അറിയോ, ഇത് റിംഗ് ആണ്. ഈ റിംഗ് ഏതാണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഞാൻ ഇനി ഈ ഫുള്ള് ഡിസ്റ്റൻസ് നോക്കണം. എല്ലാത്തിന്റെ ഈ R സെയിം ആണ്. അതേപോലെ ഈ തീറ്റ സെയിം ആണ്. ഇവിടെ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ഇതേ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ എത്ര വെച്ചാലും ഈ ആംഗിൾ അത് സെയിം ആണ് കേട്ടോ. ഈ റിംഗിന്റെ ഇമാജിൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെ 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 ഫുള്ള് പോയാലും ഈ ഹൊറിസോണ്ടൽ ഈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ അത് സെയിം ആണ് കണ്ടോ. ഇങ്ങനെ 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 ഫുള്ള് വന്നാലും ഈ ആംഗിൾ മാറുന്നില്ല. അപ്പൊ കോസ് തീറ്റയും ഇവിടെ എന്താ? കോൺസ്റ്റന്റ് ആണ്. ഡിവൈഡ് ബൈ R² ഇന്റഗ്രൽ DQ. എളുപ്പല്ലേ? ഇന്റഗ്രൽ DQ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ചാർജുകളെ ഞാൻ മൊത്തം കൂട്ടി എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് കിട്ടും. അത്രേ ഉള്ളൂ. K cos തീറ്റ ഡിവൈഡ് ബൈ R². DQന് പകരം എന്ത് നമുക്ക്? DQന് പകരം ഇന്റഗ്രൽ DQന് പകരം Q എടുക്കും. Q.
ഇത്രേ ഉള്ളൂ, കിട്ടി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് ഈ ആർ സ്ക്വയറിനെയും കോസ് തീറ്റനൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് E is equal to നോക്കിയേ ആർ സ്ക്വയർ. ഈ ആർ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കർണം, ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പൊ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാലോ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ക്യൂ. ഇനി ഈ ട്രയാംഗിളിലെ കോസ് തീറ്റ എന്നാ വരും? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ അതിന് ഞാൻ കെ ക്യൂ കോസ് തീറ്റയ്ക്ക് പകരം എക്സ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാ വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓൾറെഡി ആരുണ്ട്? ഒരു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് എത്താം. ഈസ് ഈക്വൽ ടു കെ ക്യൂ എക്സ് ഡിവൈഡ് ബൈ ഒരെണ്ണം റൂട്ടിനകത്ത് ഒരെണ്ണം റൂട്ടിന് പുറത്ത്. അത് കൂട്ടി തന്നെ വരും. ഇതെന്നാ വരും മക്കളെ? ഇതെന്നാ സാധനം? അതായത് എ റേസ് ടു 1 ഇൻറ്റു റൂട്ട് എ എന്നല്ലേ ഈ സാധനം. റൂട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു 1/2. ഇതെന്നാ വരും? എ റേസ് ടു 1 പ്ലസ് 1/2 എ റേസ് ടു 3/2. ഇവിടെ എ അല്ല, പകരം ആരാ? എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇത്രയേ ഉള്ളൂ. ഇനി 2-3 സ്പെഷ്യൽ കേസുകൾ നോക്കിയാൽ മതി. ഒന്ന്, അറ്റ് ദി സെന്റർ സെന്ററിൽ എന്നാ ഈ എക്സ് ഇങ്ങനെ ചെറുതായി ഇവിടെ വരെ കൊണ്ടുവരാം. അതായത് എക്സ് എന്നതാ 0. therefore ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എക്സ് 0 കൊടുത്താലോ? ഇവിടെ 0 കൊടുത്താല് ബാക്കി ആർ സ്ക്വയർ ഉണ്ട്, അതിന്റെ 3/2 ആർ ക്യൂബ്. പക്ഷെ ഇവിടെ 0 കൊടുത്താൽ 0 ആയിരിക്കില്ല. ഇലക്ട്രിക് ഫീൽഡ് 0 അറ്റ് ദി സെന്റർ ഓഫ് എ സർക്കുലർ റിംഗ് ഈസ് 0. നമ്മൾ 2-3 ദിവസം മുമ്പ് ഒരു സെമി സർക്കുലർ റിംഗിന്റെ കണക്ക് ചെയ്തില്ലേ? അതിന്റെ നടുക്കത്തെ ഇലക്ട്രിക് ഫീൽഡ് തൊട്ട് മുമ്പത്തെ വീഡിയോയില് നമ്മൾ മുഴുവനായിരുന്നു എടുത്തിരുന്നെങ്കിൽ അതിന്റെ നടുക്ക് എന്നായിരുന്നു? 0 ആകുമായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് കണ്ടുപിടിച്ചത്. ഇനി ഈ എക്സ് നമുക്ക് വേറെ ചെയ്യാനുള്ളത്, ഈ എക്സ് ആറിനെക്കാട്ടിലും ഭയങ്കര വലുതാണെങ്കിൽ, അല്ലെങ്കിൽ ആറ് വളരെ ചെറുതാണെങ്കിൽ, ഒരു ചെറിയ സർക്കുലർ റിംഗ് ആണ്, കുറേ ഡിസ്റ്റൻസ് അകലെ. അപ്പൊ അടുത്തത് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓഫ് ആർ ആണ് എന്നാ വരും? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നോക്കി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു കെ ക്യൂ എക്സ് ഡിവൈഡ് ബൈ ഈ ആറ് ഭയങ്കര ചെറുതാ എക്സിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്തിട്ട് ഇതിനോട് കൂട്ടുമ്പോൾ ഈ ഒരു ടേമിന് വലിയ വ്യത്യാസം വരില്ല. അത് എക്സ് സ്ക്വയർ എടുക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഞാൻ എക്സ് സ്ക്വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ 0 നെഗറ്റ് ചെയ്യാം അതിന് സ്ക്വയർ എടുക്കുമ്പോൾ. ബാക്കി ഓൾ റേസ് ടു 3/2. അപ്പൊ കെ ക്യൂ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ റേസ് ടു 3/2 അങ്ങനെ വരും എക്സ് സ്ക്വയർ ഇൻറ്റു 3/2 എക്സ് റേസ് ടു 2 ഇൻറ്റു 3/2 അല്ലെ? എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ആണ്. എ റേസ് ടു എം എൻ 2 2 വെട്ടിട്ട് ബാക്കി ആരുണ്ട്? എക്സ് ക്യൂബ് മാത്രമുണ്ട്. എക്സ് ക്യൂബ് മാത്രം. ഒരെണ്ണം ഇവിടുന്ന് വെട്ടിപ്പോയി. ബാക്കി ആരുണ്ട്? കെ ക്യൂ ഡിവൈഡ് ബൈ എക്സിന്റെ സ്ക്വയർ. എക്സ് എന്നതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഈ കെക്ക് പകരം എന്നാ? കെ എന്നതാ 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ഇത് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഒരു ചാർജ് അവിടെ വിചാരിച്ചു, ഒരു ക്യൂ ചാർജ് ഇവിടെ ഇരിക്കുക. അവന്റെ എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൂളംസ് ലോ പ്രകാരം പഠിച്ചിട്ടുണ്ട്. 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അതെങ്ങനെ ഇത്? അതായത് ഞാൻ ഒരു ചെറിയ റിംഗ് എടുക്കുന്നെങ്കിൽ, റേഡിയസ് കുറവുള്ള റിംഗ് എടുക്കുന്നെങ്കിൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ പോയിന്റ് ചാർജ്. കേട്ടോ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചല്ലോ. ഇനി ഈ എക്സ് ഭയങ്കര ഇൻഫിനിറ്റിയിലാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡോ അവിടെ 0. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നോളാം. നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് 3 പ്രോബ്ലംസ്, ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന 3 പ്രോബ്ലംസ് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ഇ വേഴ്സസ് എക്സ് ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി സർക്കുലർ റിംഗ് ചാർജ് റിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനം.
ഈ സാധനത്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് എക്സ് ഗ്രാഫ് വരയ്ക്കാനായിട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ, അത് പറയണമെങ്കിൽ ഇത് വാല്യൂ പറയാം. നോക്കൂ, ഒരു യൂണിഫോംലി സർക്കുലർ റിംഗ്, അതിന്റെ എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ കെ ക്യൂ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഓക്കെ, അപ്പൊ ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് റിംഗ്. ഈ റിംഗിന്റെ വലതുവശത്തേക്കും പോവാം, നമുക്ക് ഇടതുവശത്തേക്കും പോവാം. ശരി, എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ വാല്യൂ ഇങ്ങോട്ട് എക്സ്, ഇങ്ങോട്ടേക്കോ ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ പറയാം എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇവൻ കൂടുവോ കുറയോ? പ്രശ്നമുണ്ട്. നോക്കി, എക്സ് 5 ആയാല്, എക്സ് 5 ആയിരുന്നു, ഓക്കെ, അപ്പൊ 5 കെ ക്യൂ ഡിവൈഡ് ബൈ സംതിങ്. 10 ആയാലും 10 കെ ക്യൂ ഡിവൈഡ് ബൈ സംതിങ്. 20 ആണെങ്കിൽ 20 കെ ക്യൂ ഡിവൈഡ് ബൈ സംതിങ്. അത് കൂടി വരുമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇവിടെ കൂടുന്നതനുസരിച്ച് ഇത് ഇവിടെ കൂടുന്നുണ്ട്, അതാ പ്രശ്നം. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ ഓരോ വാല്യൂ ഇട്ട് കൊടുത്താൽ ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. അതാ ഇങ്ങനെ പോയി 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 0 ആണെങ്കിൽ 0 തന്നെ, സെന്ററിൽ 0, ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ കുറഞ്ഞു 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 ഇങ്ങനെ പോകും കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് ഈ വശത്തേക്കൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? അങ്ങോട്ടേക്ക്. ഇവിടെ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാവും? ഇങ്ങോട്ടേക്കാവും. അപ്പൊ ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്ക്, അപ്പൊ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക്. അപ്പൊ നമ്മൾ എങ്ങനെ വരും? ഇങ്ങനെ, ഇവന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. എന്തുകൊണ്ട് അവൻ താഴെ വരാൻ കാരണം? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇടതുവശത്തേക്കാണ്. കാരണം അങ്ങോട്ടേക്കുള്ളത് പോസിറ്റീവ് എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് എന്ത് വരും? നെഗറ്റീവ് വരും. ഇത് നമ്മൾ കഴിഞ്ഞ ഏതൊരു വീഡിയോക്കകത്ത് പഠിച്ചതാണ്. നമ്മൾ കുറേ സാധനത്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വരച്ചു, ഈ വേഴ്സസ് എക്സ് ഗ്രാഫ് വരച്ചായിരുന്നു. ഇവിടെ നമ്മൾ അത് സെയിം കൺസെപ്റ്റ്. ഇത് മനസ്സിലായല്ലോ, ഇങ്ങനെ കൂടി വന്നിട്ട് പിന്നെ അത് കുറഞ്ഞു പോകണം. അതൊരു ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് ശേഷം നിങ്ങൾ കൂടുന്നതനുസരിച്ച് ഇവനാ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവന്റെ വാല്യൂ കൂടുന്നത്, അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് നോക്കി, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോ ഈ എക്സിന് ഒരു വാല്യൂ എത്തിക്കഴിഞ്ഞപ്പോ ഈ വാല്യൂവിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാക്സിമം ഈ ഒരു എക്സിന്റെ ഇത് എത്ര തരത്തില്ല എക്സിനോട് നമ്മൾ വിളിക്കാം, അല്ലെങ്കിൽ എക്സ് മാക്സിമം എക്സിനോട് വിളിക്കാം. ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം കറക്റ്റ് തലത്തന്നെ വന്നല്ലോ കേട്ടോ. അപ്പൊ റിംഗ് മാച്ച് ഇല്ല വിചാരിക്കും ഏറ്റവും മുകളിൽ, ഇവിടെ ഏറ്റവും മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് നോക്കി. നിങ്ങളല്ലേ, നിങ്ങളെ എനിക്കറിയാമല്ലേ. അപ്പൊ നമുക്ക് ഈ മാക്സിമം എത്രയാണെന്ന് കാണാം. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ഫൈൻഡ് എക്സ് നോട്ട്, മൂന്നാമത്തെ ഫൈൻഡ് ഈ മാക്സിമം. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എപ്പോ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആകുന്നത്. അതേപോലെ ഇ എന്ന് പറഞ്ഞാൽ ആ മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്യാനുണ്ട്. ഇത് ചെയ്യുന്നതിന് ഒരു ഇച്ചിരി കൺസെപ്റ്റ് ആവശ്യമുണ്ട്. വലിയൊരു കൺസെപ്റ്റാണ്. എന്നറിയോ, എന്തെങ്കിലും നമ്മൾ ഇവിടെ വേരിയബിൾ ആരാ? എക്സ്. അപ്പൊ മാറുന്നതാരാ? ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആകണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ +2 ഫിസിക്സും അല്ല മാത്സിലും മുഴുവൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റ് മാക്സിമം പോയിന്റ് ഡെറിവേറ്റീവ് ഈസ് dE/dx ഈസ് 0. നമ്മൾ ആ ഗ്രാഫ് തന്നെ ശ്രദ്ധിച്ചേ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയല്ലേ താഴേക്ക് പോകുന്നത്, ഇങ്ങനെ. ഈ മാക്സിമം പോയിന്റ് നോക്കി, ഇവിടെയൊക്കെ നോക്കി, ഇത് ഈ എക്സ് ഗ്രാഫാണ്. ഇവിടുത്തെ സ്ലോപ്പ് ഇങ്ങനെ, ഇവിടുത്തെ സ്ലോപ്പ് ഇങ്ങനെ, ഇവിടുത്തെ സ്ലോപ്പ് ഇങ്ങനെ. ഈ ഏറ്റവും പോയിന്റ് സ്ലോപ്പ് എന്താ? ഇത് സ്ലോപ്പ് 0, ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പൊ അതിന്റെ സ്ലോപ്പ് 0. അപ്പൊ നമുക്ക് ഈ കൺസെപ്റ്റ് ആണ് ഓർമ്മ വേണ്ടത്. അറ്റ് മാക്സിമം പോയിന്റ് ഡെറിവേറ്റീവ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേഷൻ നടത്താം, എന്നിട്ട് ഈക്വൽ ടു 0 കൊടുക്കാം. എപ്പോ? ആ മാക്സിമം പോയിന്റിൽ. അവിടെ നമുക്ക് എക്സ് കാണാം. ഇവിടെ നോക്കി, എക്സ് ഡിവൈഡ് ബൈ വേറൊരു സ്ഥാനം, അതായത് ഒരു ഫംഗ്ഷൻ ഡിവൈഡ് ബൈ വേറൊരു ഫംഗ്ഷൻ. ഇവനെ നമുക്ക് ഡിഫറൻഷിയേഷൻ നടത്തണമെങ്കിൽ ഈ റൂൾ അറിഞ്ഞിരിക്കണം. d/dx ഓഫ് u/v, ഡിവിഷൻ റൂൾ അല്ലെ ക്വോഷ്യന്റ് റൂൾ. ഡിവിഷൻ റൂൾ അത് മതി. താഴത്തവൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തവൻ മൈനസ് മുകളിലത്തവൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്തവൻ. കണ്ടോ? dv/dx ഇവന്റെ ഡെറിവേറ്റീവ്. ഇനി ഓൾ ഡിവൈഡ് ബൈ താഴത്തവന്റെ ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും പഠിച്ചു വെക്കാം. അപ്പൊ നോക്കിയേ, d/dx ഈസ് 0. അപ്പൊ ഡിഫറൻഷിയേഷൻ ചെയ്തോ, d/dx ഓഫ് kqx ഡിവൈഡ് ബൈ
എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. മക്കളെ പറയുമ്പോൾ വലുതാന്നേ ഉള്ളൂ, ചെയ്യുമ്പോൾ അങ്ങ് എളുപ്പമാണ്. വിളിക്കുന്നു താഴത്തെ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകളിലത്തെ ഇവന്റെ ഡെറിവേറ്റീവ് കെ ക്യു എക്സിന്റെ എന്താ കെ ഇൻറ്റു ക്യു മൈനസ് ഇനി മുകളിലത്തവൻ കെ ക്യു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴത്തവൻ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ആദ്യം എന്ത് ചെയ്യണം, ഇവര് ഞാൻ എക്സ് ആയിട്ട് വിചാരിക്കണം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 മൈനസ് 1 അതെത്രയാ 1/2 ഇൻറ്റു ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനാണ് എക്സ് സ്ക്വയർ മാത്രമല്ല എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പൊ ഞാൻ ഇതിന്റെ ഡിഫറൻഷിയേഷൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 2x ഓൾ ഡിവൈഡ് ബൈ താഴത്തവന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 സ്ക്വയർ. അപ്പൊ ഇത് മാറി. at maximum point maximum value of electric field dE by dx is equal to 0. Therefore ഈ സാധനം x square plus r square all raised to 3/2 into kq minus kqx x square plus r square all raised to 1/2 into 2x. ഈ 2x നമുക്ക് പണിയാം. x square ആയി 2k qx square all divided by x square plus r square whole cube is equal to 0. ഇവനെതാ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ, അപ്പൊ ഇവൻ അവിടെ പോയി 0 ആയില്ലേ. ഇനി ഇത്രയും ഈക്വൽ ടു 0 ആ, അതിന്റെ അർത്ഥം ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. അത്രയും കിട്ടിയില്ലേ. കെ ക്യു വെട്ടിപ്പോയി, അതും പോയില്ലേ. എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ റേസ് ടു 1/2 ഉണ്ട്. ഇത് കളയാൻ ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഞാൻ ഇവനെ ഇങ്ങനെ എഴുതുക, എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഇൻറ്റു x square plus r square all raised to 1 is equal to 2q illode 2x square plus r square all raised to 1/2. ഇപ്പോൾ ദാ ഈ 1/2 ഈ 1/2 വെട്ടിക്കളയാം. ബുദ്ധിയുള്ള പിള്ളേർ ഇവിടെ നിന്ന് തന്നെ കളഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ബാക്കി ഇവിടെ നോക്കി എക്സ് മുകളിലേക്ക് എഴുതും. x square plus r square is equal to 2x square. ഇവനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാം. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കളയാൻ ബാക്കിയുണ്ടോ? r square is equal to നോക്കി x square എന്ന് മാത്രം കിട്ടില്ലേ. ചെറിയ മിസ്റ്റേക്ക് പറ്റാന്നറിയോ, ഇവിടെ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇങ്ങോട്ട് നോക്കി, ഇതാണ് പ്രശ്നം. താഴത്തവൻ ഇൻറ്റു മുകളിലത്തവൻ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തവൻ ഇൻറ്റു താഴത്തവന്റെ ഡെറിവേറ്റീവ് ഇവിടെ ചെയ്തപ്പോഴേ നോക്കി എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ഉണ്ട്. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്നാ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പൊ ഇവിടെ ഞാൻ ഇതിനെ മൊത്തം എക്സ് ആയിട്ട് വിചാരിച്ചു, നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പൊ ഈ സാധനം ഓൾ റേസ് ടു 3/2 മൈനസ് 1, അങ്ങനെ നമുക്ക് 1/2 കിട്ടിയേ. പക്ഷെ നമ്മൾ n ഇൻറ്റു എന്ന കാര്യം മറന്നുപോയി. ഇവിടെ ആരുണ്ട്, 3/2 ഇൻറ്റു ഈ സാധനം ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ നോക്കി, അപ്പൊ ഇവിടെ എന്ത് വരും, ഒരു എക്സ്ട്രാ ഒരു 3/2 വരും. 3/2 ഈ 2ഉം വെട്ടിപ്പോയി കേട്ടോ. ആരാ ഉള്ള അവിടെ 3 ആവും. ഇനി എന്ത് വരും, 3x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അപ്പൊ എന്ത് വരും 2x സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ ബൈ √2. കാരണം എക്സ് റൂട്ട് എടുത്തു രണ്ട് സൈഡിലും, അപ്പൊ ആർ ബൈ √2. അപ്പൊ നോക്കിയേ നമ്മുടെ ആ ഗ്രാഫ് അവിടെ, എന്റെ പൊന്നു, ഇതാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയല്ലേ. ഈ ഡിസ്റ്റൻസ്, ഈ മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാ, ആർ ബൈ √2 കേട്ടോ. അതാണ് കിട്ടിയ എക്സ് നോട്ട്, അതെന്നതാ ആർ ബൈ √2. അപ്പോൾ എക്സ് നോട്ട് ഈസ് ആർ ബൈ √2.
ഈ റേഡിയസ് എത്രയാണോ അതിന്റെ ഡിവൈഡ് ബൈ റൂട്ട് ഭാഗത്ത് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് എന്താ കുറഞ്ഞു പോകും, അതിന് ഇപ്പുറത്തേക്ക് എന്താ കുറഞ്ഞു പോകും, സെന്ററിൽ 0 കേട്ടോ. അപ്പുറത്തേക്കും കുറഞ്ഞു പോകും, ഇപ്പുറത്തേക്കും കുറഞ്ഞു പോകും, സെന്ററിൽ 0. ഇത് നമുക്ക് കാണേണ്ടത് മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ പണി ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? കെ ക്യൂ എക്സ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അവിടെ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ആർ ബൈ റൂട്ട് 2 കൊടുത്തു നോക്കി. കെ ക്യൂ ഡിവൈഡ് ബൈ ആർ ബൈ റൂട്ട് 2. ഇനി ബാക്കി ആരുടെ താഴെ ആർ സ്ക്വയർ പ്ലസ് എക്സിന് പകരം ആർ ബൈ റൂട്ട് 2ന്റെ സ്ക്വയർ. അപ്പൊ ആർ സ്ക്വയർ ബൈ 2 നിങ്ങൾ സ്വയം ചെയ്ത് നോക്ക് കേട്ടോ. ഹോൾ റേസ് ടു 3/2. അപ്പൊ കെ ക്യൂ ആർ ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 3r സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഹോൾ റേസ് ടു 3/2 എന്ന് വെച്ചാല് KQR divided by root 2. ഇതെങ്ങനെ എഴുതും മക്കളെ? ഇതെന്നാ സംഭവം? ഹോൾ റേസ് ടു 3/2 എന്നാ. എന്ന് വെച്ചാൽ എന്നാ നോക്കിയോ, ത്രീ ഇല്ലേ? നോക്കി എല്ലാത്തിനും ഈ 3/2 കൊടുക്കുക. ഈ 3/2 എന്ന് പറയുന്നതാ നോക്കി റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 1/2. ഇതിനെ ഹോൾ ക്യൂബ് എടുത്താൽ എന്നതാ മൊത്തം ഹോൾ ക്യൂബ് എടുക്കണം. എന്നെ കിട്ടും 2 റേസ് ടു 3/2. അത്രേ ഉള്ളൂ. അതായത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇത്ര ചെയ്താൽ മതി. റൂട്ട് 2 റേസ് ടു 3/2 എഴുതാൻ വേണ്ടി കേട്ടോ. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ചെയ്താൽ 2 റേസ് ടു 3/2. അങ്ങനെ തന്നെ വരും റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. ഇനി താഴെ ആരുണ്ട്? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. ഞാൻ മുകളിലേക്ക് എഴുതുക. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. ബാക്കി ആരുണ്ട്? ആർ സ്ക്വയർ റേസ് ടു 3/2. അതായത് ആർ ക്യൂബ്. ഞാൻ എളുപ്പമല്ലേ? വെട്ടിപ്പോയി. ബാക്കി ഇത്രയുണ്ട് അല്ലേ? അത് ഇപ്പൊ തന്നെ എഴുതാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ഇ മാക്സിമം ഈസ് ഈക്വൽ ടു ഒരാറും വെട്ടിപ്പോയി. കെ ക്യൂ ഇവിടെ 2 ഉണ്ട്. റൂട്ട് 2 ആണ്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ആണ്. 3 റൂട്ട് 3 ആർ സ്ക്വയർ. ഇതിനെല്ലാം നോക്കട്ടെ. ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ. ഈ വാല്യൂ ആണ് മാക്സിമം. 2kq ഡിവൈഡ് ബൈ 3 റൂട്ട് 3 ആർ സ്ക്വയർ. എൻ്റെ അമ്മോ അടുത്തില്ലേ? ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് ഓർത്തിരിക്കണം. ബാക്കി എല്ലാം മറന്നു കളഞ്ഞു കേട്ടോ. അപ്പൊ സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്, നമുക്ക് കിട്ടും. ഇത് നമുക്ക് ബോർഡ് എക്സാമിന് ആവശ്യമുണ്ട് കേട്ടോ. ഈ ഡെറിവേഷൻ നമുക്ക് ആവശ്യമുണ്ട്. മിക്കവാറും ബോർഡ് എക്സാമിനൊക്കെ സെന്ററിൽ എത്രയാണ്, ഇവിടെ എത്രയാണ്, ഈ ഇക്വേഷൻ വരെ ചോദിക്കുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും വലിയ കാര്യമായിട്ട് ചോദിക്കില്ല. ഈ മാക്സിമം വാല്യൂ ഒന്നും അവര് ചോദിക്കില്ല കേട്ടോ. നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നോക്കി, നമ്മളിവിടെ ആർ ബൈ റൂട്ട് കണ്ടുപിടിച്ചു അല്ലെ? മാക്സിമം വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് തരുന്നത് എവിടെയാണ്? ആർ ബൈ റൂട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടെങ്കിലോ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആർ ബൈ റൂട്ട് 2 ഉണ്ട്. എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് 2 ഉണ്ട്. ഏത് ക്ലിക്ക് ചെയ്യും? ഏത് ടിക്ക് ചെയ്യും? ഇത് ടിക്ക് ചെയ്യണം കേട്ടോ. കാരണം ഇത് നോക്കി ആർ ബൈ റൂട്ട് മാത്രമല്ല, ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇവിടെയുണ്ട് കേട്ടോ. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. മിനിമം വാല്യൂ അല്ല ഇത്. ഇങ്ങോട്ടൊന്നും വിചാരിച്ചിട്ട് മൈനസ് ആണ് മിനിമം എന്നല്ല അർത്ഥമാക്കുന്നേ. ഇതിന്റെ മാക്സിമം വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാന്നേ ഉള്ളൂ. ഡയറക്ഷൻ മാത്രമേ ആ മൈനസിന് അർത്ഥമുള്ളൂ. അപ്പൊ പ്ലസ് ഓർ മൈനസ് ആർ ബൈ റൂട്ട് 2 എന്ന് ആൻസർ എഴുതണം കേട്ടോ. ഇനി വേറൊരു കാര്യം, ഇതൊരു ഡിസ്ക് ആയിരുന്നെങ്കിലോ? ഇങ്ങനെ ഡിസ്ക് ആയിരുന്നെങ്കിൽ അതിന്റെ ആക്സിയൽ പോയിന്റിലെ ഇവിടുത്തെ ഇക്വേഷൻ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് 1 മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി ഈ ഡിസ്ക് ആണെങ്കിൽ അതിന്റെ സെന്ററിൽ നോക്കിയേ, സെന്ററിൽ എക്സ് 0 ആണെങ്കിലോ സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ഇത് 0 എടുക്കും. ഈ ടൈം 0 ആയിപ്പോഴുള്ളൂ. ബാക്കി 1 അവിടെ ഉണ്ട്. അപ്പൊ ഡിസ്കിന്റെ സെന്ററിൽ എത്രയാണ്? ഒരു വാല്യൂ ഉണ്ട് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. അതൊന്നും മാറിപ്പോയേക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്കിനി അടുത്ത
ക്ലാസ്സുകളിൽ കാണാം കേട്ടോ. ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും, ഒരാഴ്ചത്തെ ഗ്യാപ്പ്. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച കാണാം.